കുത്ത് അതുപോലെയുള്ളതായിട്ടുള്ള പൊടി എല്ലാം പോയി കിട്ടും, പുഴുങ്ങുന്നതോട് കൂട്ടും. അതിനുശേഷം എണ്ണ പുരട്ടി അതിന് ടെമ്പറേച്ചർ, ഓരോ ബാംബൂവിനും താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ടെമ്പറേച്ചർ കൊടുത്ത് അതിനെ ഒന്നുകൂടെ അതിനെ നാച്ചുറലാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഓരോ ബാംബുവിന് അനുസൃതമായ രീതിയിൽ എത്ര ശ്രുതി കിട്ടും ഒരു കുഴൽ, ഒരു കഷ്ണം പീസിൽ നിന്നിട്ട് ഏത് ശ്രുതിക്കുള്ള കുഴൽ കിട്ടും എന്നുള്ള കാൽക്കുലേഷനിൽ അതിനെ ഹോള് നിർണ്ണയിക്കണം. ആ ഹോള് നിർണ്ണയിക്കുന്നത് ആണ് വലിയൊരു പണി. ആ ഹോള് അല്പസ്വല്പം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മൊത്തം ശ്രുതി ഔട്ടായിടും. ആ ഹോള് വളരെ നിർണയിച്ച്, വളരെ ശ്രദ്ധിച്ച് നിർണയിച്ച് ഡയമെൻഷൻ കൊടുത്ത് അതിന് ഹോള് ഇടണം. സ്വരസ്ഥാനങ്ങളും സ്വരമാധുരിയും നിജപ്പെടുത്തുന്നത് ക്ഷമയുടെയും അർപ്പണത്തിന്റെയും മറ്റൊരു സംഗീതമാണ്. നാലാമത്തെ പ്രവൃത്തി എന്നുള്ള രീതിയിൽ അതിനെ വീണ്ടും എടുത്ത് കഴുകി വൃത്തിയാക്കി ഫിനിഷ് ചെയ്ത് ശ്രുതി വെച്ച് ചെക്ക് ചെയ്ത് വീണ്ടും ശ്രുതിയിലേക്ക് വരുന്നുണ്ടോ വരുന്നില്ലേ എന്ന് നോക്കി വീണ്ടും അതിലേക്ക് ശ്രുതിയിലേക്ക് വരാവുന്ന രീതിയിലുള്ളതായിട്ടുള്ള വർക്ക് അതിൽ മെനഞ്ഞെടുത്ത് വീണ്ടും കഴുകി വൃത്തിയാക്കി അതിന് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഫിനിഷ് ചെയ്തതിന് ശേഷം 2, 3, 4 ദിവസങ്ങൾ ശ്രുതി ചെക്ക് ചെയ്ത് നോക്കി അതിന് എവിടെയെങ്കിലും വല്ല വേരിയേഷൻ ഉണ്ടോ ഇല്ലേ എന്നെല്ലാം വളരെ ശ്രദ്ധിച്ച് ഒരു 2, 3 ദിവസം അടുപ്പിച്ച് അതിന് ചെക്ക് ചെയ്ത് ഇട്ട് വരുമ്പോൾ ആണ് ഒരു നല്ലൊരു ഫ്ലൂട്ടായി മാറുന്നത്. ഈ പ്രവൃത്തിയിൽ ഒരു 100 ഓണക്കഷ്ണം ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് വളരെ എഫക്റ്റീവായിട്ടുള്ള കുഴല് കിട്ടുന്നത് ചുരുങ്ങിയത് ഒരു 15 20 എണ്ണം മാത്രമാണ്. ബാക്കി എല്ലാ 80 എണ്ണം ഡാമേജ്. ഇതിലെ ശ്രമകരമായ ഒരു വർക്ക് വലിയ ഫ്ലൂട്ട്, അതുപോലെ തന്നെ വളരെ ചെറിയ ഫ്ലൂട്ട്, ഈ 2 പ്രവൃത്തിയാണ് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ ഒരു ഈ വിരൽ കനത്തിലുള്ള ഈറ്റ ഉണ്ട്, അതുകൂടാതെ ഒരു പേപ്പർ കനത്തിലുള്ളതായിട്ടുള്ള ഈറ്റകളുമുണ്ട്. പക്ഷെ ഈ വിരൽ കനത്തിലുള്ളതായിട്ടുള്ള ഈ ഒരു വിരൽ വണ്ണമുള്ള ഈ ഈറ്റകളിലുള്ള വർക്ക് അസാധ്യ ശ്രമകരമാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ.
അതെല്ലാം നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിനെ ഉപയോഗിക്കുന്നു. ഇന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വളരെയധികം പ്രചാരമുണ്ട്. അത് കൂടുതൽ നമ്മുടെ കേരളത്തിൽ അത്ര അങ്ങോട്ട് പ്രചാരം ഇല്ലെങ്കിൽ തന്നെ അത് ബാംഗ്ലൂര്, മദ്രാസ്, ഹൈദരാബാദ്, മൈസൂര് എന്നിയിടങ്ങളിലുള്ള ആർട്ടിസ്റ്റുകൾ അതിന് വളരെയധികം വില കാണുന്നുണ്ട്. അത് അത്തരം ഫ്ലൂട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മദ്രാസിൽ നിന്ന് വന്നതിന് ശേഷം ഒരു മ്യൂസിക് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബേസ് ഫ്ലൂട്ട്, 3 ശ്രുതിയുടെ ബേസ് ഫ്ലൂട്ട് കിട്ടാനില്ല. നമ്മുടെ കേരളത്തിലും ഇല്ല, അതുപോലെ തന്നെ മദ്രാസിലൊന്നും കിട്ടാനില്ലാത്ത. മദ്രാസിലുണ്ട്, പക്ഷെ എൻ്റെ ഫ്ലൂട്ട് എല്ലാം മദ്രാസിൽ വെച്ചിട്ടാണ് ആ സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഞാൻ അന്വേഷിച്ചു, പക്ഷെ എനിക്ക് ആ ബേസ് ഫ്ലൂട്ട് 3 ശ്രുതിയുടെ ഫ്ലൂട്ട് എനിക്ക് കിട്ടാൻ കഴിഞ്ഞില്ല. അന്ന് നിർണയിച്ചിട്ടുള്ള അന്നൊരു ഖേദം, എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കിത് കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു മനോവിഷമം വെച്ചുകൊണ്ട് കുറച്ച് ബാമ്പു സെലക്ട് ചെയ്ത് ഞാൻ തന്നെ അതിന് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു രീതിയിലായിട്ടുള്ള ഒരു വർക്ക് നടത്തുകയാണ് ഉണ്ടായത്. ഈ വർക്കിൽ എനിക്ക്